ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. സ്വാഭാവികമായ ജാമ്യമാണ് ലഭിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് തന്നെ പുറത്തിറങ്ങുന്ന അവസ്ഥയിലേക്ക് വരുന്നു. കർശനമായിട്ടുള്ള ഉപാധികൾ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ ഈ കേസിൽ ഈ ജാമ്യം ഏത് രീതിയിലാണ് സ്വാധീനിക്കാൻ സാധ്യതയുള്ളത്? ഡി ബിനോയ് ചേരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ നിയമസഭാ സമ്മേളനങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷം വളരെ ശക്തിയോടുകൂടി തന്നെ ഉന്നയിച്ച ഒരു ആരോപണമായിരുന്നു ഈ സ്വാഭാവിക ജാമ്യം കിട്ടുക വഴി പുറത്തേക്ക് ഇറങ്ങുന്ന കേസിലെ പ്രതികൾ വലിയ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയും ആ ഇടപെടലുകളുടെ ഭാഗമായിട്ട് കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ അത് ബാധിക്കുകയും അത് അട്ടിമറിക്കപ്പെടുകയും ചെയ്യും എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിയമസഭയിൽ ബഹിഷ്കരണം നടത്തിയതും ഒപ്പം ആരോപണങ്ങൾ ഉന്നയിച്ചതുമെല്ലാം. അത്തരത്തിൽ ഒരു ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി 2 കേസുകളിലും ജാമ്യം ലഭിച്ച് ഇപ്പോൾ ജയിലിന് പുറത്തേക്ക് വരുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ജാമ്യ ഓർഡർ കിട്ടും. ആ ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ ജയിലിൽ ഹാജരായി കഴിഞ്ഞാൽ വൈകുന്നേരത്തോടുകൂടി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. പക്ഷേ ഉപാധികൾ ഉണ്ടെങ്കിൽ പോലും ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 2006 ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സന്നിധാനത്ത് ഒരു പരികർമ്മിയായി, അതായത് കീഴ്ശാന്തിയുടെ മുറിയിലെ പരികർമ്മിയായി ശബരിമല സന്നിധാനത്ത് എത്തുന്നത്. അന്ന് അവിടെ നിന്നും ഈ 2019 ആകുമ്പോഴേക്കും ശബരിമലയുടെ ഒരു പ്രധാനപ്പെട്ട പ്രായോജകനാകുന്നു. അതിനപ്പുറത്തേക്ക് വലിയ ഒരു ധനാഢ്യനായി മാറപ്പെടുന്നു. അപ്പോൾ ഇതിനിടയിൽ അദ്ദേഹം വലിയ തരത്തിലുള്ള ധനസമാഹരണം ശബരിമലയുടെ പേരിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയിരുന്നത്. അങ്ങനെ ആ ഒരു കണ്ടെത്തൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇയാൾക്ക് അല്ലെങ്കിൽ ഈ പൈസ സ്വരൂപിക്കാനും ഇത്തരത്തിൽ പൈസ ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ വളഞ്ഞു വഴിയിലൂടെ പൈസ സമ്പാദിക്കാനും ഒക്കെ കൂട്ടുനിന്ന ആളുകൾ എന്ന തരത്തിൽ ആരോപണ വിധേയരാണ് നിലവിൽ ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുന്ന ശബരിമലയിലെ മുൻ എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥന്മാരായ മുരാരി ബാബു ഒപ്പം സുധീഷ് കുമാർ. അപ്പോൾ ഈ സംഘാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിന് വഴിമുടക്കികളായി മാറാൻ കഴിയും എന്നാണ് പ്രതിപക്ഷത്തിന്റെ മുഖ്യ ആരോപണം. ആ ആരോപണം എത്ര കണ്ട് ശരിയാകും എന്നുള്ളത് തള്ളിപ്പറയുകയാണ് ഭരണപക്ഷവും. എന്നാൽ ഇവിടെ പ്രധാനമായും പറയുന്ന ഒരു കാര്യം, കുറ്റപത്രത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ കുറ്റപത്രം നൽകുന്നതിലുണ്ടായ കാലതാമസം മൂലം ഇവർക്ക് ജാമ്യം കിട്ടുന്നതിന് അവസരമൊരുക്കി. അത് ഇത്തരത്തിൽ ഈ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിച്ചതിന് പിന്നിൽ സംസ്ഥാന സർക്കാർ SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ മറ്റൊരു ആരോപണം. അങ്ങനെ ഈ 2 ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യം നേടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാഷ്ട്രീയപരമായി വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷം കൂടുതൽ ശക്തിയോടുകൂടി തന്നെ ഭരണപക്ഷത്തിനെതിരെയും ഒപ്പം തന്നെ ഈ അന്വേഷണ സംഘത്തിനെതിരെയും വീണ്ടും ആരോപണങ്ങൾ തുടരും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിയമസഭയിൽ ഏത് തരത്തിലെ ആരോപണങ്ങൾ ഉന്നയിച്ചുവോ ആ ആരോപണങ്ങൾ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ, ആ ആരോപണങ്ങൾ കുറച്ചുകൂടി ശക്തിയോടുകൂടി ഉന്നയിക്കുവാൻ ഉള്ള അവസരം കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും.